Hello everyone. നമ്മളെല്ലാവരും കാത്തിരുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. 32,000 വേക്കൻസീസുമായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ലൈവിലൂടെ നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ഏജ് എലിജിബിലിറ്റി, എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്, സ്കീം ഓഫ് ദി എക്സാമിനേഷൻ, ആപ്ലിക്കേഷൻ ഡേറ്റ്, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഈ എക്സാമിനെ പറ്റി അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എൻട്രി RRB SSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് പറയാനുള്ളത് ആപ്ലിക്കേഷൻ വിൻഡോൻ്റെ കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്നതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ വാട്ടർമാർക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ബേസിക്കലി നമ്മൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ ഡിസംബർ 2024 ഈ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് പ്രകാരം തന്നെയാണ് ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പം ആക്ച്വലി വന്നിരിക്കുന്നത്. ഇവിടെ ജനുവരി 22 മുതൽ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊറ്റ ഒരു ദിവസം നേരത്തെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ജനുവരി 23 മുതലാണ്. അതായത് ഈ വർഷം ഈ മാസം ജനുവരി 23 മുതലാണ്. ആൻഡ് ഏകദേശം ഒരു മാസത്തേക്ക് ഫെബ്രുവരി 22 വരെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് പോവരുത്. സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ്. 32,000+ വേക്കൻസീസ് ഉണ്ട്. ഇന്ത്യയിൽ ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്ന എക്സാമാണ്. ലാസ്റ്റ് മിനിറ്റിലേക്ക് പോവരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾ എന്തായാലും എക്സാം എഴുതണം എന്ന് വിചാരിച്ച് പഠിക്കുന്ന ആൾക്കാരല്ലേ. ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് ചെയ്യാനൊന്നും വിചാരിക്കരുത്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓൺലൈനായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ജോലിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ലെവൽ 1 പോസ്റ്റുകളാണ്. സോ ദാറ്റ് ഇസ് ലൈക്ക് നമ്മുടെ എൻട്രി ലെവൽ ജോബ്സ് ആണ്. ഈ റെയിൽവേയിൽ വരുന്ന എൻട്രി ലെവൽ ജോബ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ളതും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇനി ഏകദേശം 32,000 പരം വേക്കൻസീസ് ആണ് ഈ പോസ്റ്റുകളിലേക്ക് വരുന്നത്. ഇവയുടെ ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 18,000 rupees ആണ്. സോ ഇത് പേ ലെവൽ 1 പോസ്റ്റുകളാണ്. അപ്പോൾ ഇത് ഒത്തിരി അധികം പേയ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഡെഫിനറ്റ്ലി അല്ല. ബട്ട് സ്റ്റിൽ നിങ്ങളിവിടെ നോക്കുക, 10ാം ക്ലാസ്സോ ITIയോ പാസ്സായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണിത്. അപ്പോൾ ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു ആൾക്ക് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി, അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിലേക്കുള്ള ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറിയാണ് 18,000 എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇഷ്ടം പോലെ ബോണസുകളും ലഭിക്കും. നിങ്ങൾക്കറിയാം അല്ലേ, സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് ഒരുപാട് പേർക്സുകളുണ്ട്. അതായത് സാലറിയിൽ കവിഞ്ഞ് നിങ്ങളിപ്പം DONS അലവൻസ് ഉണ്ട്, HRA ഉണ്ട്, TA DA, അങ്ങനെ ഒരുപാട് പേർക്സ് ആൻഡ് അലോവൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇവിടെയും വരുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഈ ജോലിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 36 ആണോ 33 ആണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 18 തൊട്ട് 33 വരെയാണ് ആക്ച്വലി നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 3 വർഷം കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിലാക്സേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 36 വയസ്സ് വരെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ 18 to 36 years എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നതിനെ പറ്റി കൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കീഴിൽ വരുന്ന അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കാണ് കൂടുതലായിട്ട് വരുന്നത്. അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ പോയിൻറ്റ്സ്മാൻ പോസ്റ്റുകളുമാണ്. നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. അസിസ്റ്റൻറ്റ് TL and AC, വീണ്ടും ട്രാക്ക് മെഷീൻ, അസിസ്റ്റൻറ്റ് TRD, പോയിൻറ്റ്സ്മാൻ B, ട്രാക്ക് മെയിൻ്റനർ 4th grade. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഓരോന്നിനും വേറെ ജോബ് പ്രൊഫൈലാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പം ഈ ഓരോ പോസ്റ്റും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ വരുന്ന പ്രൊഫൈൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ ജസ്റ്റ് കോമെൻറ്റ്സിൽ ആഡ് ചെയ്താൽ മതി. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അത് 10ാം ക്ലാസ്സോ ITIയോ ഈക്വലൻറ്റോ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ 10ാം ക്ലാസ്, 10th standard and ITI അല്ല, 10th standard or ITI ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI, അല്ലെങ്കിൽ നമ്മുടെ
NCVTയുടെ അതായത് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്, അതിനെയാണ് നമ്മൾ NCVT എന്ന് പറയുന്നത്. അവർ ഗ്രാൻറ്റ് ചെയ്തിരിക്കുന്ന NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്, എലിജിബിലിറ്റി, ഏജ് റിലാക്സേഷൻ ഏജ് റിക്വയർമെൻറ്റും എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റും എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ TNDM എല്ലാം കൂടെ വന്ന് ഏകദേശം ഒരു 25,000 അടുത്ത് നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി ലഭിക്കുന്നതായിരിക്കും. ഇനി ഏജിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. സോ നോർമൽ കോഴ്സിലാണെങ്കിൽ നമുക്കിവിടെ 18 to 33 ഇയേഴ്സ് ആണ്. പക്ഷേ ഈ കോവിഡ് റിലാക്സേഷൻ കാരണമാണ് 18 to 36 ഇയേഴ്സ് വരെ നമുക്ക് വരുന്നത്. പക്ഷേ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അതും ക്ലെയിം ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അപ്പർ ലിമിറ്റ് ആണ് 18 to 36 ഇയേഴ്സ്. അതേസമയം നിങ്ങളൊരു റിസർവ്ഡ് കാറ്റഗറി, ഇപ്പം SC/STയിലെ ആളോ അല്ലെങ്കിൽ OBCയിലെ ആളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റിലാക്സേഷൻ വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റും. OBCക്ക് 3 വർഷമാണ് റിലാക്സേഷൻ വരുന്നത്, SC/ST ആണെങ്കിൽ 5 വർഷമാണ് വരുന്നത്. ഇനി ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 10 ഇയേഴ്സ് തൊട്ട് റിലാക്സേഷൻ വരുന്നുണ്ട്. സോ അത് അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്കാണ് 10 വർഷം. സോ നിങ്ങൾ OBCയിൽ കാറ്റഗറിയിൽ പെടുന്ന ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ OBCയുടെ 3 വർഷവും നെക്സ്റ്റ് ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ 10 വർഷം കൂടെ ചേർത്ത് 13 വർഷം നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കതിവിടെ വ്യക്തമായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൃത്യമായിട്ടും നമ്മുടെ ഈ വന്നിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അൺറിസർവ്ഡ് കാറ്റഗറീസിലുള്ളവർക്കും ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലുള്ളവർക്കും, അതായത് EWSകാർക്കും ഇവരുടെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 36 വയസ്സാണ്. സോ 1989 ശേഷം ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് മുന്നേ ജനിച്ചവർക്ക് പറ്റില്ല. 1989 ജനുവരി 2-ാം തീയതി മുതൽ ജനിച്ചവർക്കാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി അത് തന്നെ ഇപ്പം OBC ലെയറിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ 3 ഇയേഴ്സ് വീണ്ടും പുറകിലേക്ക് പോകും. അതുകൊണ്ടാണ് 89-ൽ നിന്നും 86-ലേക്ക് പോകുന്നത്. SC/ST ആണെങ്കിൽ വീണ്ടും 5 വർഷം പുറകിലേക്ക് പോകും. അതുകൊണ്ടാണ് 89-ൽ നിന്നും 84-ലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏജ് ലിമിറ്റ് ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം. ഇനി മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ITI. സോ ഇവിടെ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അവരുടെ NAC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 10ാം ക്ലാസ്സോ തത്തുല്യ പരീക്ഷയോ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ITI വേണം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ ആക്ച്വലി 2 ടൈപ്പിലാണ് വരുന്നത്. സോ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരു മെയിലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വരുന്ന ജനറൽ കാറ്റഗറിക്കും EWSകാർക്കും എല്ലാവർക്കും വരുന്നത് ബേസിക്കലി 500 രൂപയാണ്. പക്ഷേ നിങ്ങൾ എക്സാമിൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 500 രൂപയിൽ 100 രൂപ മാത്രം ട്രാൻസാക്ഷണൽ ഫീസായിട്ട് എടുത്തുകൊണ്ട് ബാക്കി 400 രൂപയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവും. ഓക്കെ, ഓൺലൈനായിട്ടായിരിക്കില്ല നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്. സോ അത് തിരിച്ച് അതുപോലെ ക്രെഡിറ്റ് ആവും. ഇനി അതേസമയം നിങ്ങളൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ബാക്കി ഉള്ള റിസർവേഷനിൽ വരുന്ന ആൾക്കാരാണ്, SC/STയോ അല്ലെങ്കിൽ മൈനോറിറ്റിയോ ഒക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 250 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി വീണ്ടും നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ അപ്പോൾ 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. ഓക്കെ, 250 തന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. പക്ഷേ ബാങ്ക് ചാർജസ് മാത്രം, ആ ട്രാൻസാക്ഷണൽ ചാർജസ് മാത്രം പിടിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്. വീണ്ടും ഇവിടെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, അത് EBC ആണ്, അത് OBC അല്ല. OBCക്കാർക്ക് ഈ ഇളവില്ല. അതുപോലെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, അവർക്കും ഈ ഇളവില്ല കേട്ടോ. അപ്പോൾ ഇത് EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിന് വരുന്ന ഇളവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ വേണം. സോ നമ്മുടെ വലിയ നോട്ടീസിൽ ആ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ ലാസ്റ്റ് അപ്പൻഡിക്സിൽ ആ ഡിക്ലറേഷൻ ഫോമും ഫോമാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സാണ്. സോ ഇവിടെ പ്രധാനമായിട്ടും ഇതൊരു എൻട്രി ലെവൽ ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു റിട്ടൺ എക്സാമാണ് വരുന്നുള്ളൂ. സോ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, നമ്മളതിന് CBT എന്നാണ് പറയുക. അതിനുശേഷം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുവിധം എല്ലാ റെയിൽവേ എക്സാമും പോലെ തന്നെയാണ്. ഇംഗ്ലീഷ് ഇല്ല, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ടേ ഇല്ല.
100 ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതം, 100 മാർക്കിലാണ് എക്സാം ഉണ്ടാവുക. പ്രധാനമായിട്ടും വരുന്ന സബ്ജക്ട്സ് മാത്സും ജനറൽ അവയർനെസ്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങുമാണ്. അതുകൂടാതെ ജനറൽ സയൻസ് വരുന്നുണ്ട്. ജനറൽ സയൻസ് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന NCERTയുടെ ബുക്ക് പ്രകാരം പഠിച്ചിട്ടുള്ള കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, ഇതിൽ നിന്നാണ് ജനറൽ സയൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ വെയിറ്റേജ് നിങ്ങൾക്ക് കാണാം. റീസണിങ്ങിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് വരുന്നത്. ആൻഡ് ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്നത് ജനറൽ അവയർനെസ്സിനുമാണ്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. ആൻഡ് ഇവിടെ 1.5 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാമിനേഷനുള്ള സമയം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ആ ഒരു ഫോർമാറ്റ്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ റീസണിങ്ങിൻ്റെ സിലബസും കൂടി ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഓരോ സിലബസിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന ടോപ്പിക് ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ച് വായിച്ച് വിടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഈ ടോപ്പിക് ഏതാണ്, ഇത് മനസ്സിലായില്ല എന്ന് ചോദിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ റെഫറൻസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരാം. അതിൻ്റെ ലിങ്ക് കോമെൻറ്റ്സിൽ നമ്മൾ ചെയ്തു തരാം. ഓക്കെ, അനാലജീസ്, കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, റിലേഷൻഷിപ്സ്, അനാലിറ്റിക്കൽ റീസണിംഗ്, സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, പസിൽസ്, ഡേറ്റ സഫീഷ്യൻസി, decision making, maps, interpretation of graphs, matrix sequences, logical ordering, data sufficiency, statement conclusion, assumption, course of action. ഇനി മാത്സിൻ്റെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം, ബോർഡ് മാത്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ്, എലിമെൻ്ററി ആൽജിബ്ര, ജിയോമെട്രി, ട്രിഗ്നോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കാലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്. ഇനി ജനറൽ സയൻസിൻ്റെ സിലബസ് നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ് കേട്ടോ. സോ അത് NCERTയുടെ CBSEയുടെ ബുക്ക് പ്രകാരം വരുന്ന 10th വരെ പഠിച്ചത് മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇനി അടുത്തത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഒരു 6 to 9 months വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി നോക്കണം. പിന്നെ നമുക്ക് സാധാരണ എല്ലാ എക്സാംസിലും വരുന്ന പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും അതിൽ ഇന്ത്യ വഹിച്ചിരിക്കുന്ന മുന്നേറ്റങ്ങൾ ഏതൊക്കെയാണ്, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടേംസ്, ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സ്പോർട്സിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ, റെക്കഗ്നീഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഫേമസ് പേഴ്സണാലിറ്റീസ്, പലതരം ട്രോഫികൾ, അവ നടന്ന വർഷങ്ങൾ, ജയിച്ച ടീമുകൾ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുമ്പം ഇന്ത്യയിലെ സ്റ്റേറ്റ്സും നമ്മുടെ ഫെസ്റ്റിവൽസും ഡാൻസ് ഫോംസും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഫേമസ് പേഴ്സണാലിറ്റീസ്, ഇന്ത്യയുടെ ഇക്കോണമി ആൻഡ് പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എക്സാമിൻ്റെ സിലബസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സാമിൻ്റെ സിലബസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് കോമെൻറ്റ്സിലൊന്ന് എഴുതി അറിയിക്കുക. ഇനി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാമിനെ പറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, കോഴ്സസ്, അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോമിൽ എഴുതി നമ്മൾക്ക് അയച്ചു തരിക. ഡെഫിനറ്റ്ലി നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക, സമയം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.